ഹലോ, ഇന്ന് ബിരിയാണിയുടെ സങ്കടപ്പെടുത്തുന്ന ഒരു സുഖമുള്ള കഥ കേട്ടാലോ? എന്നാൽ വാ. നെയ്യിലിട്ട് പൊരിച്ച കറുവപ്പട്ടയും ഗ്രാമ്പുവും കച്ചോലവും ഏലക്കയും കുരുമുളകും അടങ്ങുന്ന സുഗന്ധവ്യഞ്ജനങ്ങളുടെ കൂട്ടിലേക്ക് വെള്ളമൊഴിച്ച് തിളക്കുന്നത് കാണാൻ നല്ല രസം. അതിലേക്ക് ഉപ്പും ചെറുനാരങ്ങാ നീരും ഒഴിച്ചപ്പോൾ അതിനേക്കാൾ ബഹുരസം. ഇതൊക്കെ കണ്ട് കുളിച്ചു തോർത്തി സുന്ദരിയായി കരയിലിരിക്കുന്ന ജീരകശാല അരി ഒന്നും നോക്കാതെ എടുത്തു ചാടുമ്പോൾ അരി അറിഞ്ഞില്ല ഇതിന് ഇത്രയും ചൂടുള്ള ഒരു മുഖമുണ്ടെന്ന യാഥാർത്ഥ്യം. ആദ്യം കഷ്ടപ്പെട്ടുവെങ്കിലും പിന്നീട് ചൂടുമായി ഒത്തുചേർന്ന് തൻ്റെ കട്ടിയുള്ള ശരീരം മൃദുവായി ഒരു നെയ്ച്ചോറായി മാറുമ്പോൾ തൻ്റെ സങ്കടങ്ങളെല്ലാം ഇല്ലാതായി. തടിച്ചു കൊഴുത്ത ഉള്ളി കുനുകുനെ അരിഞ്ഞ് സ്ലിമ്മാക്കി ഒരു ഗോൾഡൻ ഫേഷ്യൽ ചെയ്തപ്പോൾ അണ്ടിപ്പരിപ്പിനും ഉണക്കമുന്തിരിക്കും അത് ചെയ്യണമെന്ന് മോഹം. ക്രീമിൻ്റെ സൈഡ് എഫക്റ്റാണോ എന്നറിയില്ല, ചെറുതായിട്ട് മുഖമൊന്ന് കരിഞ്ഞു പോയോ എന്നൊരു സംശയം. നമുക്ക് ശരിയാക്കാം. ഉപ്പും മഞ്ഞളും മുളകും തേച്ച് സ്വർഗം കാണാൻ വെയിറ്റ് ചെയ്യുന്ന ചിക്കനെ തുള്ളിത്തുടങ്ങിയ എണ്ണയിലേക്ക് തള്ളിവിടുമ്പോൾ 14 ലോകവും കണ്ട് മുരിഞ്ഞു തിരിച്ചു വന്ന ചിക്കൻ ഉള്ളിയും തക്കാളിയും മസാലകളും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി മിശ്രിതവും വഴറ്റിയെടുത്ത കൂട്ടിലേക്ക് ഒരാശ്വാസത്തിന് അവരോട് ചേർന്നപ്പോൾ മസാലയും റെഡി. നെയ്ച്ചോറിനെയും മസാലയിലേക്ക് ക്ഷണിക്കുമ്പോൾ അവരറിഞ്ഞില്ല രുചിയുള്ള മണമുള്ള ഒരു വിഭവമായ ബിരിയാണി ഉണ്ടാകുമെന്ന്.